ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ മലയാളം ക്ലാസ്സിൻ്റെ അടുത്ത പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. ഈ അക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? നമുക്ക് മലയാളം എഴുതണമെങ്കിൽ എന്തുകൂടെ പഠിക്കണം? ചിഹ്നങ്ങളും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അതുപോലെ ചില്ലക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. ഒത്തിരി പഠിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ടും മലയാളം എഴുതാൻ പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചിഹ്നങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാം. അപ്പം ആദ്യത്തെ ചിഹ്നം ഞാൻ പഠിപ്പിക്കുന്നു. ഇ. ഓക്കെ, ഈയുടെ ചിഹ്നമുണ്ട്, ഈ എന്ന് പറയുന്ന ചിഹ്നമുണ്ട്, ഉ എന്ന് പറയുന്ന ചിഹ്നമുണ്ട്, ഊ എന്ന് പറയുന്ന ചിഹ്നമുണ്ട്. ഓക്കെ, ആ എന്ന് പറയുന്ന ചിഹ്നമുണ്ട്. പിന്നെന്താണ്? ഈ ഒരു ചിഹ്നമുണ്ട്. ഈ ഒരു ചിഹ്നം ഞാൻ വാക്കിൽ ഈ ചിഹ്നം ഉപയോഗിച്ച് വാക്ക് എഴുതുമ്പോൾ ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഇങ്ങനൊരു ചിഹ്നമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു ചിഹ്നം നമ്മൾ പഠിക്കും. ഓക്കെ, ഇങ്ങനൊരു ചിഹ്നം പഠിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചിഹ്നവും പഠിക്കും. ഇതും മാറിപ്പോകരുത്, അതുപോലെ ഇതും മാറിപ്പോകരുത്. എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തൊക്കെയായി? ഊവായി, ആന്നായി, ഈയായി, ഈന്നായി, ഈ ഒരു ചിഹ്നം വന്ന്, ഈ ഒരു ചിഹ്നം വന്ന്, ഇത് വന്നു അല്ലേ. അപ്പോൾ ഇത്രയും ചിഹ്നങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓരോ ഉദാഹരണങ്ങൾ ഞാനിവിടെ എഴുതാം, ഓരോ ചിഹ്നം വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വിരൽ, നമ്മുടെ വിരലുകൾ അല്ലേ. വിരലിന് എങ്ങനെ എഴുതുക? വിരൽ ആദ്യം നമ്മൾ വാ എഴുതിയല്ലോ. ഇതാണ് വാ. എല്ലാവർക്കും വാ എഴുതാൻ ഓർമ്മയുണ്ടല്ലോ. അപ്പം വി എന്ന് വരണം അല്ലേ. അപ്പം വി എന്ന് വരണമെങ്കിൽ എന്താണ്? ഈ ചിഹ്നം വേണം, വി. ഓക്കെ, അപ്പം വി എന്ന് പറയുന്നത് ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചു. വി, ര, ഇൽ. ഇതാണ് ചില്ലക്ഷരം കേട്ടോ. ഇതൊരു ചില്ലക്ഷരമാണ്. എന്ന് പറയുന്ന ചില്ലക്ഷരമാണ് ഇത്. അപ്പം വി എന്ന് പറയുന്ന ചിഹ്നം ഉപയോഗിച്ചു. നമ്മൾ അതിലേക്ക് പോകാം, ഇതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇത് ശ്രദ്ധിക്കാം കേട്ടോ. വിരൽ. ഓക്കെ, വിരൽ. അപ്പം നമുക്ക് സിര എന്ന് എഴുതാം. അടുത്തത് സിര. സിരകൾ എന്ന് പറയുന്നൊരു രക്തക്കുഴലുണ്ട് നമ്മുടെ ശരീരത്തിൽ. സിര എന്ന് പറയുന്നൊരു രക്തക്കുഴലുണ്ട്. അപ്പം സിര. അപ്പം സിര. ഓക്കെ, ഇനി എന്താണ്? വിര. വിര നിങ്ങൾക്കറിയാലോ അല്ലേ. വിര വയറ്റിലൊക്കെ വിര ഉണ്ടാവാറുണ്ട് അല്ലേ. വിര ഇല്ലാതിരിക്കാനുള്ള ഗുളികകളൊക്കെ കഴിക്കാറുണ്ട് നമ്മൾ അല്ലേ, കുട്ടികൾ കഴിക്കാറുണ്ട്. അപ്പം വിര. അപ്പം ഇവിടെയൊക്കെ ഈ ഒരു ചിഹ്നം നോക്ക്, ചെറിയ കുഞ്ഞി ഈൻ്റെ ചിഹ്നമാണ് കേട്ടോ ഇത് മലയാളത്തിലെ. ഓക്കെ, ഇനി നമുക്ക് ഈ വെച്ചിട്ടുള്ള ചിഹ്നം വരുന്ന വാക്ക് എഴുതാം. അതെങ്ങനെ എഴുതും? വിരൽ. വീണ അല്ലേ. ഈ വീണ ഉണ്ടല്ലോ, വീണു എന്നാവും. അതെങ്ങനെയാണെന്നറിയോ? ഈ ഒരു ഊ എന്ന് പറയുന്ന ചിഹ്നം ഇതിൻ്റെ കൂടി ഇട്ടാൽ ഇത് വീണു എന്നായി. വീണ എത്ര പെട്ടെന്നാണ് വീണു എന്നായത് നോക്ക്. ഇതാ, ഈ ഊ ചിഹ്നം എടുത്തു മാറ്റി എന്തായി? വീണയായി. ഊ എടുത്തിട്ടത് വീണു എന്നായി. ഓക്കെ, അപ്പം വീണ. ഈ എന്ന് പറയുന്ന ചിഹ്നം ഉപയോഗിച്ചല്ലോ. ഇനി ഗീതം. എന്താണ് ഗീതം എന്ന് പറഞ്ഞാൽ? പാട്ടാണ് കേട്ടോ. ഗീതം. ഗീത എന്ന് പറയുന്ന ഗീത എന്ന് പറയുന്ന പേരുണ്ട് അല്ലേ. നമുക്ക് ചിലപ്പോൾ സ്കൂളിൽ തന്നെ ടീച്ചറിൻ്റെ പേരുണ്ടാവും ഗീത എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ അമ്മ എന്നുള്ള ഈ ചിഹ്നം പോയാൽ, എന്നുള്ള ചിഹ്നം ആ ഈ ഉ സ്വരാക്ഷരങ്ങളുടെ ലാസ്റ്റ് ഏതാണ്? ആ ഈ ഉ എ ഐ ഒ ഔ അ. അപ്പം അവിടെ ഉണ്ട് അല്ലേ. ആ തം എന്ന് എഴുതണമെങ്കിൽ താൻ്റെ കൂടി പൂജ്യം കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഇനി ഏതാ? ഗീത, ഭഗവത്ഗീത. സീത, നമ്മുടെ രാമായണത്തിൽ സീത അല്ലേ. സീതയുടെ പേര് ഏതാ? ഈ സീ എന്നുള്ള ഈ ചിഹ്നം ഇടണം. ഓക്കെ, പിന്നെന്താണ്? വീണ, ഗീതം, സീത, ചീര അല്ലേ. ചീര. ഇങ്ങനെയുള്ള വാക്കുകൾ, ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ. ഇത്ര വാക്കുകളൊന്നുമല്ല, ഒരുപാട് വാക്കുകൾ നമുക്ക് ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ട് എഴുതാം. ഇനി അടുത്തത്. ഇപ്പം നമ്മൾ രണ്ട് ചിഹ്നങ്ങൾ പരിചയപ്പെട്ടു. ഈ ചിഹ്നം പരിചയപ്പെട്ടു, ഈ ചിഹ്നം പരിചയപ്പെട്ടു. ഇനി കുയിൽ എന്ന് എഴുതിയാലോ. കുയിൽ നല്ല പാട്ട് പാടും അല്ലേ മക്കളെ. കുയിൽ നല്ല പാട്ട് പാടും. എഴുതി, ഊന്നില്ല ചിഹ്നം ഇട്ടു, യാന ഈ ആക്കി, ചില്ലക്ഷരമായിട്ടുള്ള ഇല്ലും എഴുതി. ഇപ്പം എന്തായി? കുയിൽ. പിന്നെ
അടുത്തത് എന്താണ് ഈ ഊ വെച്ചിട്ടുള്ളത്? കുന്നിക്കുരു. എന്താണ്? കുന്നിക്കുരു. എന്താണിത്? കുന്നിക്കുരു. ഓക്കെ, കുന്നിക്കുരു എല്ലാവർക്കും അറിയുന്നല്ലേ, കുന്നിക്കുരു. എന്താ ഊ വെച്ചിട്ട് ഇവിടെ 3 ഊ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. 3 ചിഹ്നമുണ്ട് ഊവിൻ്റെ അല്ലേ, പിന്നെ ഒരു ഈൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ കുന്നിക്കുരു. പിന്നെന്താ? കുന്തം അല്ലേ, കുന്തം. ഈ ഒരു അക്ഷരം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നമ്മുടെ നായും തായും കൂടെ ചേർന്നിട്ടാണ് ഇന്താന്നാവുന്നത് കേട്ടോ, ഈ ഇന്താവുന്നത്. അപ്പോൾ കുന്തം. ഇവിടെ ലുട്ടാപ്പീൻ്റെ കുന്തം. കുന്തം എന്ന് എഴുതണമെങ്കിൽ ഇതാ ഈ ഊ ആണ്, പിന്നെ അമ്മ എന്നുള്ള ചിഹ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈൻ്റെ ചിഹ്നം വെച്ചിട്ടുള്ള വാക്ക് എഴുതി, ഈ വെച്ചിട്ട് എഴുതി, ഊ വെച്ചിട്ട് എഴുതി. ഇനി ഊന്ന് വെച്ചിട്ടുള്ള വാക്ക് എഴുതാം. ആദ്യം നമ്മൾ സൂര്യഭഗവാൻ എന്ന് തുടങ്ങാം അല്ലേ. സൂര്യൻ അല്ലേ, നമുക്ക് എല്ലാത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സാണല്ലേ സൂര്യൻ. അപ്പോൾ സൂര്യൻ എങ്ങനെ എഴുതാം? സൂര്യൻ ഒരു വലിയ നക്ഷത്രമാണ്. ഇതാ രാന്റെ കൂടെ ഈ ഒരു ചിഹ്നം ഇട്ടു നമ്മളിവിടെ അല്ലേ. ഈ ഒരു ചിഹ്നം ഇടുമ്പോൾ എന്തായി? രിയാന്നായി. സൂര്യ ഇൻ. ഇത് അടുത്ത ചില്ലക്ഷരം വന്നിട്ടുണ്ട്, അതിലൊക്കെ നമുക്ക് പിന്നെ പോകാം കേട്ടോ. അപ്പം ഇത് രണ്ട് ശ്രദ്ധിച്ചോ. ഇവിടെ സൂര്യ ഇൻ. ഇത്ര പോലെ ഈ ഇന്നില്ലെങ്കിലോ സൂര്യ ഒരു പേരായി അല്ലേ. അപ്പോൾ സൂര്യ ഇൻ, സൂര്യൻ. ഓക്കെ, ഇനി കൂട്ട് അല്ലേ. കൂട്ട്. കൂട്ട് കൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ട് കൂടാറുണ്ടല്ലോ കൂട്ടുകാരോട് അല്ലേ. കൂട്ടുകാർ. കൂട്ടുകാർ എങ്ങനെ എഴുതുക? കൂട്ടുകാർ. ഇത് ആന്നില്ല ചിഹ്നം വന്നാൽ ഇവിടെ കാ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടാൽ ആന്നായി, കാന്നായി കേട്ടോ. കൂട്ടുകാർ. ഇവിടെ വേറൊരു ചില്ലക്ഷരം വന്നിട്ടുണ്ട്. ഇന്ന്, ഇല്ല്, ഇറ്, ഇള്ള്. ഈ ഒരു ചില്ലക്ഷരം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ചന്ദ്രക്കലയാണ്. കൂട്ട് ടാന്ന് എഴുതി ഇവിടെ മുകളിലൊരു ചിഹ്നിട്ടാൽ ചന്ദ്രക്കലയായി. ഓക്കെ, അപ്പം നമ്മൾ മൂന്നില്ലതും ഇത്ര വാക്കുകളൊന്നും അല്ല, ഇനിയും ഒത്തിരി വാക്കുകളുണ്ട്. അപ്പം സൂര്യൻ, കൂട്ട്, കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത് ആ വെച്ചിട്ടുള്ളത് നമ്മൾ എഴുതിയല്ലേ. വാണി. പിന്നെ സാരം. കാട്. കായ എന്ന് എഴുതി ആന്നില്ല ചിഹ്നിട്ടു. ഡാ എഴുതി ചന്ദ്രക്കല ഇട്ടു. അപ്പോൾ കാട്. അങ്ങനെ ഒത്തിരി ആ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതാൻ പറ്റും. ഇത് ഈ ഒരു വാക്ക്, ഈ ഒരു ചിഹ്നം വെച്ചിട്ടുള്ളത് ഞാൻ എഴുതാം. ആക്രാന്തം എഴുതാൻ പോകും കേട്ടോ. ആക്രാന്തം. ചില ആൾക്കാർക്കൊക്കെ ഭക്ഷണത്തോട് ആക്രാന്തം തോന്നിയിട്ടുണ്ടാവും അല്ലേ. അതായത് ആക്രാന്തം തോന്നും ചില ആളുകൾക്ക് ഉണ്ടാവും, ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ആക്രാന്തം അല്ലേ. ആ ഒരു പ്രേരണയാണ് എന്ത്? ആക്രാന്തം. ഓക്കെ, അപ്പോൾ ആക്രാന്തം എങ്ങനെ എഴുതുന്നത്? ഈ കായൻ്റെ മുമ്പിൽ ഈ ഒരു ചിഹ്നം ഇട്ടു അല്ലേ. ഈ ഒരു ചിഹ്നം ഇട്ടു, പിന്നെ ആന്നില്ല ചിഹ്നം ഇട്ടു. അപ്പം ആക്രാന്തം എന്നായി. ഓക്കെ, ഇനി പിന്നെ ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ട് ഇത് വ്യാപ്തം. അതായത് നമ്മുടെ വോളിയം എന്ന് പറയുന്നില്ലേ ഇംഗ്ലീഷിൽ വോളിയത്തിൻ്റെ മലയാളമാണ് വ്യാപ്തം. അപ്പം വാന്നിട്ട് ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ വ്യാന്നായി കേട്ടോ. ഇനി വ്യാന്നാവണമെങ്കിൽ ഇതാ ഈ ചിഹ്നം കൂടി ഇടണം. ഇനി പ എന്ന് എഴുതുന്നു, ചന്ദ്രക്കല എഴുതുന്നു. വ്യാപ്തം. ഓക്കെ, വ്യാപ്തം. ഓക്കെ, ഇതാ ഈ ചിഹ്നം വന്നു ഇവിടെ. പിന്നെ വ്യാപ്തം അല്ലെങ്കിൽ വ്യക്തി എന്നെങ്ങനെ എഴുതിയ? വ്യക്തി എന്ന് എഴുതണമെങ്കിലും ഈ ഒരു ചിഹ്നം വേണം കേട്ടോ. ഈ ഒരു ചിഹ്നം ഉണ്ടെങ്കിലേ വ്യക്തി എന്ന് എഴുതാൻ പറ്റും. പേഴ്സൺ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പേഴ്സൺ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ മലയാളത്തിൽ എന്താണ് പറയുന്നത്? പേഴ്സൺ എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്? വ്യക്തി. ഓക്കെ, എന്താണ്? വ്യക്തി. ഓക്കെ, അപ്പം എന്തായി? വ്യാപ്തമായി, വ്യക്തിയായി. ഇനി ഈ ഒരു ചിഹ്നം നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് അല്ലേ. ലാസ്റ്റ് ആ ഒരു ചിഹ്നമുണ്ട്, അത് ഞാൻ പറയാം. വികൃതി. നിങ്ങൾക്കൊക്കെ വികൃതി ഉണ്ടോ? അതാ കുട്ടികളാണെങ്കിൽ വികൃതി ഉണ്ടാവും അല്ലേ. അപ്പം ആ വികൃതി എന്ന് എഴുതണമെങ്കിൽ ഈ ഒരു ചിഹ്നം വേണം മക്കളെ. ഇതാ
കാ എഴുതി കൃ വികൃതിയായി കേട്ടോ. ഈ ഒരു ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ വികൃതി. ഇത് ഈയുടെ ചിഹ്നം, ഇവിടെ ഈയുടെ ചിഹ്നമുണ്ട്. ഓക്കെ, വികൃതി. പിന്നെ കുസൃതി, വികൃതിയുടെ മറ്റൊരു വാക്കാണെന്ത്? കുസൃതി. ഇവിടെ ഏതൊക്കെ ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചു? എന്താ, കൂന്ന് ഉപയോഗിച്ചു, സൃ ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചു, പിന്നെ തി ഈ ചിഹ്നം ഉപയോഗിച്ചു, കുസൃതി. ഓക്കെ, അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നമ്മളിപ്പോൾ എഴുതി. എല്ലാവർക്കും മനസ്സിലായോ? ഒന്നും കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ എഴുതാം. ഓക്കെ, അപ്പം ആദ്യം എന്ത് എഴുതിയേ? ഈ വെച്ചിട്ടുള്ളൊരു വാക്ക് നമുക്ക് എഴുതാം, ശിഖരം. ഓക്കെ, ഇവിടെ ഈ എന്ന് പറയുന്ന ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സീത. ഈ വെച്ചിട്ടുള്ള നമ്മുടെ രാമായണത്തിലെ സീത. പിന്നെ കുയില്, ഊ വെച്ചിട്ടുള്ള കുയില്. ഇവിടെ ഈയും വന്നു, ഊയും വന്നു. ഓക്കെ, ഇതൊരു ചില്ലക്ഷരാണ്, നമുക്ക് പിന്നീട് പറയാം. പിന്നെ സൂര്യൻ അല്ലേ, എന്താണ് സൂര്യൻ. ഇവിടെ എന്തൊക്കെ വന്നു? ഊന്നുള്ള ചിഹ്നം വന്നു, ര്യ. ര്യ എന്ന് എഴുതണമെങ്കിൽ ഈ ഒരു ചിഹ്നം വന്നു. ഓക്കെ, ഇനി പാട്ട് അല്ലേ, പാട്ട് എന്ന് എഴുതണമെങ്കിൽ ഈ ഒരു ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെന്താണ്? ആക്രാന്തം അല്ലേ, ആക്രാന്തം. ഇതാ ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചു, ആക്രാന്തം. അതുപോലെ വ്യഗ്രത എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, വ്യഗ്രത. വ്യഗ്രത എന്ന് എഴുതണമെങ്കിൽ നമുക്ക് ഈ ഒരു ചിഹ്നം വേണം. ഓക്കെ, പിന്നെ വ്യാപ്തം എന്ന് എഴുതിയ എങ്ങനെയാണ് എഴുതിയ? വ്യാപ്തം എന്ന് ഇങ്ങനെ ഈ ഒരു ചിഹ്നം ഉപയോഗിക്കണം അല്ലേ. വ്യാപ്തം എന്ന് എഴുതണമെങ്കിൽ ഈ ഒരു ചിഹ്നം ഉപയോഗിക്കണം. ഇനി ഇതാ ഈ ഒരു ചിഹ്നമല്ല ഉപയോഗിക്കേണ്ടത്. വികൃതി, കുസൃതി എന്നൊക്കെ നമ്മൾ നേരത്തെ എഴുതി. വികൃതി അല്ലേ, സോറി, വികൃതി. എന്താണ്? വികൃതി. അപ്പം ഈ ഒരു അക്ഷരങ്ങളെല്ലാം പൂർത്തിയാവണമെങ്കിൽ, ഈ വാക്ക് പൂർത്തിയാവണമെങ്കിൽ ഈ ചിഹ്നം ഇല്ലാതെ പറ്റൂലല്ലോ. ഈ ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്ഷരം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം ഈ ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, എല്ലാവരും ഈ ചിഹ്നങ്ങൾ പഠിക്കണം. ആ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും വ്യത്യസ്തമായ വാക്കുകൾ എഴുതാനും പഠിക്കണം. ഓക്കെ, ഞാനിത് വായിക്കുവാണ്. ഇനി അടുത്തത് ചില്ലക്ഷരങ്ങൾ പഠിക്കാം. അതായത് എന്താണ്? ചി, ഇല്ല, ഇക്ഷ, ചില്ലക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങൾ പഠിക്കാം നമുക്ക്. ഇത് എഴുതുമ്പോൾ തന്നെ നമ്മളൊരു ചില്ലക്ഷരം കണ്ടു. എന്തൊക്കെയുണ്ട്? ഇണ്ണുണ്ട് മക്കളെ, ഇണ്ണുണ്ട്. ഒന്നാമത്തെ ഇൺ, രണ്ടാമത്തെ ഇൻ. അങ്ങനെ ഓർഡറൊന്നുമില്ല, നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഓർഡർ എടുക്കാം. പിന്നെ ഇല്ലുണ്ട്, പിന്നെ എന്തുണ്ട്? ഇള്ളുണ്ട്, പിന്നെന്തുണ്ട്? ഇറുണ്ട്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടുള്ള വാക്ക് ഞാനിപ്പോൾ എഴുതും. കൺമണി, കൺമണി. എല്ലാവർക്കും അറിയുന്ന വാക്കല്ലേ അല്ലേ, കൺമണി. ഓക്കെ, കൺമണി. ഓരോ വാക്ക് എഴുതാം. ഇന്ന് മാൻ, മാനിനെ അറിയില്ല എല്ലാവർക്കും. മാൻ. ഇല്ല് വെച്ചിട്ടെന്താ? മയില് അല്ലെങ്കിൽ മയില്. കുയിൽ എഴുതണമെങ്കിൽ ഇല്ല് എഴുതി അല്ലേ. മയിൽ എഴുതണമെങ്കിൽ ഇവിടെ മാ ഈ ഇല്ല് വരും. ഓക്കെ, ഇനി ഇള്ള്. ഇള്ളെങ്ങനെയാ? അവൾ, അവൾ. ഇതൾ അല്ലേ. ഇർ, ഇർ. ശർക്കര. എന്താണ്? ശർക്കര. പിന്നെ കൂർക്ക, കൂർക്ക. അങ്ങനെ ഒത്തിരി വാക്കുകൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ചില്ലക്ഷരങ്ങൾ. എന്താണ് ഇതൊക്കെ? ചില്ലക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പോൾ കൺമണി എന്നല്ലാതെ വേറെ എന്ത് വാക്ക്? വെണ്ണതി എന്ന് എഴുതിയാലോ നമുക്ക്? വെണ്ണതി. വേറെ ഏത് വാക്ക് എഴുതാൻ പറ്റും? കൺമണി എന്നുണ്ട്, കൺപോളയുണ്ട് അല്ലേ. കൺപോള. കൺപോള അറിയില്ല, നമ്മുടെ ഈ ഒരു ഭാഗം കൺപോള, കൺപോള. ഓക്കെ, അതുപോലെ വേറെ ഏത് വാക്ക് എഴുതാൻ പറ്റും? കൺപോള എഴുതാൻ പറ്റും. വെണ്ണതി എന്ന് എഴുതാൻ പറ്റുമേ. വെണ്ണതി എന്ന് എഴുതാൻ പറ്റും. വെണ്ണതി, വെണ്ണതി. മാൻ, കലമാൻ. പിന്നെ ഒരുപാടുണ്ട്.
പൊന്മാൻ എന്നൊക്കെ എഴുതണമെങ്കിൽ ഈ ഇൻ വേണം. ഇല്ല്, കുയില്, മയില്, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് ഇല്ല് വെച്ചിട്ട്. ഇള്ള് വെച്ചിട്ട് അവൾ, ഇതൾ, അവൾക്ക്, ശർക്കര, കൂർക്ക, കൂർക്കം വലി, അല്ലേ? അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചില്ലക്ഷരങ്ങൾ പഠിച്ചു. വാക്കുകളുടെ കൂടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ എഴുതാൻ പഠിച്ചു, അല്ലേ? ഒരുപാട് വാക്കുകൾ നമ്മൾ എഴുതാൻ പഠിച്ചു. ഓക്കെ, ചിഹ്നങ്ങളും പഠിച്ചു, ചില്ലക്ഷരങ്ങളും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പഠിക്കാം. ഓക്കെ, കുറച്ചായിട്ട് പഠിക്കാം, അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിൻ്റെ തുടർച്ച, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാലോ? ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു അറിവുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, അപ്പോൾ ബൈ, സീ യു.